വേറെ കാര്യങ്ങൾ അല്ലെങ്കിൽ ഏതെങ്കിലും പെർഫോമൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്കോ ഒക്കെയാണ് നമ്മൾ സ്റ്റേജിലേക്ക് വരിക. ഇതെന്ന് പറഞ്ഞാൽ എന്താ പറയുക, ദിസ് ഈസ് എ ഡ്രീം കം ട്രൂ മൊമെൻ്റാണ്. അപ്പോൾ ഞാനിപ്പോൾ സിനിമയിൽ വന്നിട്ട് എനിക്കൊന്ന് നിങ്ങൾ പറയുന്ന മീഡിയയിലെ ആൾക്കാർ പറഞ്ഞു കേട്ടു 3 പതിറ്റാണ്ടായിരുന്നു. ആദ്യം ഞാൻ ഈ ചിത്രം ഏൻഷ്യൻ്റ് ഞാൻ പക്ഷേ സീരിയസ്ലി ടൈം പോകുന്നത് അറിയില്ല. അതാണ് ദ മാജിക് ഓഫ് സിനിമ. വൺസ് യു ആർ ഇൻ ടു ഇറ്റ് യു ആർ കംപ്ലീറ്റ്ലി എന്താ പറയുക, ഫുള്ളി അതിനകത്ത് ഇമ്മേഴ്സ്ഡ് ആയിരിക്കും നിങ്ങൾ. പിന്നെ എൻ്റെ ഇന്നിവിടെ വന്നിട്ടില്ല ഞാൻ വിശിഷ്ട അതിഥികൾ രണ്ടുപേരും എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആൾക്കാരാണ്. എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും എനിക്ക് ഒരുപോലെ വേണ്ടപ്പെട്ടതാണ്. കാരണം എന്താ വെച്ചാൽ ഞാൻ ഇന്ന് ഇവിടെ ഓരോരുത്തരെയും ക്ഷണിച്ചിട്ടില്ല. പേഴ്സണലി ഞാൻ കോൾ ചെയ്ത് ഞാൻ ഓരോരുത്തരെയും ഇന്നതാണ്. എൻ്റെ ചെറിയൊരു സമയത്തിനുള്ളിലാണ് പെട്ടെന്നൊരു ഡേറ്റും കാര്യമൊക്കെ ഒത്തു വന്നത്. എന്തായാലും ഞാൻ പെട്ടെന്ന് വിളിക്കുകയും ഞാൻ ആദ്യം വിളിച്ച് ബാബുവിനെയാണ്. ബാബുയുടെ അമ്മയും ഞാനൊക്കെ ആയിട്ട് ഭയങ്കര ക്ലോസാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനൊരു കാര്യമുണ്ട്, എനിക്ക് ബാബു വരണമെന്ന്. ഫസ്റ്റ് പ്രസിച്ച് ഗോ ഹെഡ്, ഞാൻ വന്നേക്കാം, നമുക്കത് പൊളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. പിന്നെ വിനയൻ സാറിനെ എനിക്ക് എന്താണ് ഏറ്റവും വലിയ സന്തോഷിച്ചാൽ ഞാൻ ഒരുപാട് ഡയറക്ടേഴ്സിൻ്റെ ഒപ്പം വർക്ക് ചെയ്യാനുള്ള ഒരു സൗഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ഞാൻ എൻ്റെ മോനെ പ്രസവിക്കുന്ന സമയത്ത്, അതായത് എൻ്റെ പ്രസവമായിട്ടില്ല, അപ്പോൾ ആ സമയത്ത് വിനയൻ സാർ വെള്ളി നക്ഷത്രം എന്ന പടത്തിന് വേണ്ടി എന്നെ വിളിക്കണ്ടേ. വിളിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, സാറേ ഞാൻ പ്രസവിക്കാൻ വേണ്ടി നിൽക്കുകയാണ്, ഇപ്പം പറ്റില്ല, ഇത് കഴിഞ്ഞിട്ട് സാർ വേറെ വല്ലതും നോക്കും. അപ്പോൾ നീ പറഞ്ഞു അത് പറ്റില്ല പ്രസീത, നോ അത് എനിക്കൊന്നും പറ്റില്ല. പ്രസീതയുടെ പ്രസവം എപ്പോഴാണ്? അപ്പോൾ ഞാൻ പറഞ്ഞു ഒക്ടോബർ 17 ഡേറ്റ്. ആണോ, ഓക്കെ, അത് പ്രശ്നമില്ല. ഇന്നൊരു കാര്യം ചെയ്യും, 56 കഴിഞ്ഞാൽ എൻ്റെ പടം ജോയിൻ ചെയ്യും. എനിക്ക് തോന്നുന്നു എൻ്റെ പ്രസവം കഴിഞ്ഞിട്ടുള്ള ഫസ്റ്റ് പടം വെള്ളി നക്ഷത്രമാണ്, വിച്ച് വാസ് എ സൂപ്പർ ഡ്യൂപ്പർ. താങ്ക് യു വിനയൻ സർ ഫോർ ബീയിങ് ഹിയർ. പിന്നെ ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും എനിക്ക് അത്രയും വേണ്ടപ്പെട്ടവരാണ്. ഞാൻ എൻ്റെ ടെലിവിഷൻ ജേർണിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഡയാനയാണ്. സീരിയസ്ലി ഡയാനയുടെ സിനിമകളോട്ട് ലൈക്ക് നമ്മുടെ ലേറ്റസ്റ്റ് ബഡായി ബംഗ്ലാവ് തൊട്ടുള്ള ഹിറ്റ് ഷോസ് എല്ലാം തന്നെ എനിക്കൊന്ന് ഒരുപാട് വർഷം പല പ്രോഗ്രാംസിൻ്റെ ഭാഗമായിട്ട് ഈവൻ ഏഷ്യാനെറ്റ് ആയാലും മറ്റെല്ലാ ചാനലിലും എനിക്ക് ഒരുപാട് വർഷം വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് സിനിമ ജേർണി. I think more than 45 plus films I have done, and now is the moment that we are entering into this new venture, RGM Ventures. ഇപ്പോൾ എൻ്റെ മോനെ പ്രസവിച്ച പോലെ ഞാൻ RGM Venturesനും അതുപോലത്തെ ഒരു ഇമ്പോർട്ടൻസ് ആണ്. അവനെ പ്രസവിക്കാൻ കുറച്ച് ഈസി ആയിരുന്നു, ഇതങ്ങനെയല്ല. ഇതിന് ഒരുപാട് കാര്യങ്ങൾ അതിൻ്റെ പിന്നിലുണ്ട്. പക്ഷേ എനിക്ക് എല്ലാമായിട്ട് എൻ്റെ ശക്തിയായിട്ട് നിങ്ങളെല്ലാവരും ഉള്ളപ്പോൾ ഇനി എനിക്കെന്ത് പേടി, അത് എനിക്ക് ഇൻഡസ്ട്രി തന്നിട്ടുള്ള സ്നേഹവും അതുപോലെ പ്രേക്ഷകർ എല്ലാവരും പടങ്ങൾ കണ്ടിട്ടായാലും ടെലിവിഷൻ കണ്ടിട്ടായാലും ഒക്കെ തന്നിട്ടുള്ള ആ സ്നേഹം, അതാണ് ആക്ച്വലി പറഞ്ഞാൽ എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഈ സ്നേഹം മാത്രമാണ് എൻ്റെ ജീവിതത്തിലെ സമ്പാദ്യം. ഇനി അങ്ങോട്ട് ഞങ്ങളുടെ ഈ ജേർണി, RGM വെഞ്ചേഴ്സിൻ്റെ ഈ ജേർണിയിൽ ഇതുപോലെ തന്നെ നിങ്ങൾ കൂട്ടായി ഞങ്ങളുടെ ഒപ്പം നിൽക്കണം. നിങ്ങളുടെ ഒപ്പം ഞങ്ങളും നമുക്ക് ഒരുമിച്ച് ഇനി ഒരു എന്താ പറയുക, ഒരു പുതിയ ചാപ്റ്റർ തന്നെ നമ്മളിവിടെ തുടങ്ങുകയാണ്. ആ ചാപ്റ്ററിലൂടെ നിങ്ങളുടെ ജേർണി, എൻ്റെയും ജേർണി എല്ലാം ഒരുമിച്ച് നല്ല താളത്തിൽ എല്ലാത്തിനും ഒരുമിച്ച് നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. താങ്ക് യു ഫോർ കമ്മിങ് ഇൻ ആൻഡ് താങ്ക്സ് ഫോർ ദ ഹോൾ സപ്പോർട്ട്. ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല. പക്ഷെ ഇവിടെ വേറെ ഒരുപാട് കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് എൻ്റെ പ്രസംഗം ചുരുക്കിയേ പറ്റൂ. അതുകൊണ്ട് ഞങ്ങളെ എല്ലാ രീതിയിലും സപ്പോർട്ട് ചെയ്യുക, എൻകറേജ് ചെയ്യുക. നിങ്ങൾ ഓരോരുത്തരും ഇവിടെ നിങ്ങളുടെ സമയം എടുത്ത് എത്തിച്ചേർന്നതിൽ എനിക്ക് വളരെയധികം നന്ദിയുണ്ട്. I am so thankful. Thank you. Thanks a lot. And thanks to God and thanks to my parents. എൻ്റെ അച്ഛൻ അമ്മ മുന്നിരുന്നവർ ഇതൊക്കെ കാണുന്നുണ്ട്. എൻ്റെ ലൈഫിൽ അതൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ഒരു നിമിഷമാണ്. ഇന്നിപ്പോൾ എന്താ പറയുക, നമ്മൾ പുനർപ്പിറവി എന്നൊക്കെ പറയുന്ന പോലെ. എന്തായാലും താങ്ക്സ് എ ലോട്ട്. എല്ലാവരും പ്രോഗ്രാമൊക്കെ എൻജോയ് ചെയ്യുക. അത് എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് ഇവിടുന്ന് പോവുക. അത് പ്രോഗ്രാമൊക്കെ കഴിഞ്ഞിട്ട് ഇവിടെ സ്നാക്സും കാര്യങ്ങളും എല്ലാം ഉണ്ട്. എല്ലാവരും നല്ല ഹാപ്പി ആയിട്ട് പോവുക. താങ്ക് യു സോ മച്ച്. താങ്ക്സ് ടു ഓൾ. താങ്ക് യു.